ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ദൈവം മുമ്പാകെ സത്യസന്ധതയോടും നേരോടും കൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ന്യായമായി ദൈവം മുമ്പിൽ വാദിക്കാനുള്ള ഒരവകാശം നമുക്കുണ്ടെന്നുള്ള കാര്യം അറിയാമോ? തെറ്റിദ്ധരിക്കാനായിട്ട് പാടില്ല. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ തെളിയിച്ചു തരാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. നമ്മുടെ നീതിയുള്ള ന്യായാധിപതി സ്വർഗത്തിലെ ദൈവമാണ്. ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മറുപടിയില്ലാത്ത പല വിഷയങ്ങളിലും നമ്മൾ ഭാരപ്പെടുമ്പോൾ ദൈവം മുമ്പിൽ വാദിക്കാനായിട്ടുള്ള ന്യായമായ ഒരു അവകാശം നമുക്കുണ്ടെന്ന് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീനെന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീനെന്ന് ഈ യാക്കോബിൻ്റെ രാജാവ് കൽപ്പിക്കുന്നു. ഈ വാക്യം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രവാചകനായ യെശയ്യാവാണിത് പറഞ്ഞത്. യെശയ്യാവിൻ്റെ പുസ്തകം 41:21 വാക്യം. ഇന്നത്തെ ഈ ഒരു ദൈവജന ശുശ്രൂഷയിൽ ഇയ്യോബ് ദൈവസിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റിയാൽ എൻ്റെ ന്യായത്തെ ഞാൻ ദൈവം മുമ്പിൽ കാണിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം. അബ്രഹാം ന്യായമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം മുമ്പിൽ നിന്നുകൊണ്ട് വാദിക്കുന്നുണ്ട്. ദൈവത്തെ അംഗീകരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും ദൈവഭയത്തോടുകൂടെ നിന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ആ വാദത്തിൻ്റെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വാദത്തെ ദൈവം അംഗീകരിക്കുന്നു, ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള ഒരു വിളിപ്പേര് തനിക്ക് ലഭിക്കുകയാണ്. മോശയോട് ദൈവം പറഞ്ഞ് എന്നെ വിടുക. അതും സത്യത്തിലൊരു വാദം തന്നെയായിരുന്നു. ഈ വചനങ്ങളുടെ ആഴമായ ചില വ്യാഖ്യാനങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും നമ്മൾ പോകാനായിട്ട് പോവുകയാണ്. അല്പസമയങ്ങൾ പ്രാർത്ഥനയോടെ ഈ തിരുവചന ശുശ്രൂഷ ശ്രദ്ധിച്ചാട്ട്. ദൈവം മുമ്പിൽ വാദിക്കുക എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാനൊരു സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു തിരുവചന സന്ദേശം മുഴുവനും നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ദൈവം മുമ്പിൽ വാദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള അമർഷമോ പിറുപിറുപ്പോ ഒന്നുമല്ല. ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് ന്യായാധിപനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മളുടെ വിഷയങ്ങളെ നിരത്തി വയ്ക്കുകയാണ്. ഞാൻ പല സമയങ്ങളിലും ഇത് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമ്മളെ ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെയൊക്കെ നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ദൈവത്തോടാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം നമ്മളെ ഒരിക്കലും തള്ളിക്കളയുകയോ പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കളയുകയോ ചെയ്യത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ കടന്നു പോകാത്ത വലിയ പ്രശ്നങ്ങളിലും വലിയ പ്രതിസന്ധികളിലും ഓരോരുത്തർ ഓരോ വിഷയങ്ങളിലാണ് ഭാരപ്പെടുന്നത്. എൻ്റെ വിഷയങ്ങളായിരിക്കില്ല നിങ്ങളുടെ വിഷയങ്ങൾ. മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കണമെന്നുമില്ല. പക്ഷേ നമ്മൾ ദൈവത്തെ സ്നേഹിച്ച് ദൈവം മുമ്പിൽ നമ്മുടെ വിഷയം ഇറക്കി വെക്കുന്നൊരു ശീലം നമുക്കുണ്ടാകണം. അതാണ് പ്രാർത്ഥന. വെറുതെ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പോവുകയല്ല ചെയ്യുന്നത്. അബ്രഹാമും മോശയും ഇയ്യോബും ഈ ദൈവഭക്തന്മാരൊക്കെ അവർ പരീക്ഷിച്ച് അവർ പ്രാർത്ഥിച്ച് വിജയം കണ്ടത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തവണകൾ, പ്രത്യേകിച്ച് ഈ ഒരു ആത്മീക വെളിപ്പാടുകൾ ദൈവം എനിക്ക് തന്നതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറുപടി ഉണ്ടായിട്ടുണ്ട്. ആ ദൈവാനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. നിങ്ങളും അതൊന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം. എന്നോട് വാദിക്കുക. ദൈവം പറയുകയാണ് എന്നോട് വാദിക്കുക. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു വാക്യത്തിലേക്ക് വളരെ പെട്ടെന്ന് പോവുകയാണ്. നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരിക. ഈ വ്യവഹാരം എന്ന് പറയുന്ന ഒരു പദം തന്നെ ഒരു കോടതി ഭാഷയാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ, ആ ന്യായാധിപതിയായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിന്നുകൊണ്ട് ന്യായമായ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കി തന്നെ പറയാം. അതായത് ഞാൻ ജീവിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. മറ്റു പലരും പല രാജ്യങ്ങളിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഭരണഘടന നൽകുന്ന കുറച്ച് അവകാശങ്ങളുണ്ട്. അവകാശങ്ങൾ എൻ്റെ ജീവൻ്റെ സംരക്ഷണം, എൻ്റെ കുടുംബത്തിൻ്റെ സംരക്ഷണം, എനിക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള സംരക്ഷണം,
അങ്ങനെ ഒരുപാട് അവകാശങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഭരണഘടന എനിക്ക് തരുന്നുണ്ട്. ഞാൻ അനുസരിക്കാനുള്ള നിയമങ്ങൾ മാത്രമല്ല, നമ്മൾ ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വമുണ്ട്, അവകാശവുമുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിലും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, ന്യായമായ അവകാശവുമുണ്ട്. നിങ്ങൾ ദൈവമുമ്പാകെ വിശ്വസ്തയോടും വിശുദ്ധിയിലും സത്യത്തിലും ജീവിക്കുന്ന ഒരാളാണെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു കാര്യം ദൈവഹിതമാണെന്നൊരു ഉറപ്പ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വാദം നിങ്ങൾക്ക് ദൈവസന്നിധി നടത്താൻ പറ്റും. ആ വാദത്തിൻ്റെ ഒടുവിൽ പുറങ്കാലം കൊണ്ട് ഒരിക്കലും ദൈവം നിങ്ങളെ തള്ളിപ്പുറത്താക്കത്തില്ല, നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരും. അപ്പം അതാണ് ആ വാക്യം, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കുക. അതോടൊപ്പം തന്നെ പല പ്രിയപ്പെട്ടവർ പത്തനംതിട്ടയുടെ പല ഭാഗവും വെള്ളത്തിലാണ്, ദൈവദാസനെ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലേ, ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും കരുതലിനും. ദൈവകൃപയാൽ ഞങ്ങളെല്ലാവരും ഇവിടെ സുരക്ഷിതരായിട്ടിരിക്കുന്നു. ഫാമിലി, ചർച്ചിലുള്ളവരൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. തുടർന്നും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും കരുതലിനും എല്ലാത്തിനായിട്ട് നന്ദി പറയുന്നു. പലരെയും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും, നേരിട്ട് കണ്ടിട്ടില്ല, ആരൊക്കെയാണ് വീഡിയോ കാണുന്നതെന്ന് അറിയില്ല, എങ്കിലും ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും കർത്താവ് നൽകിത്തരുന്ന ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഈ എന്നെയും ദൈവം തിരഞ്ഞെടുത്ത് ഇങ്ങനെ ശുശ്രൂഷയ്ക്കാക്കിയതിൽ ഒരുപാട് നന്ദി ദൈവസന്നിധിയിൽ പറയും. എല്ലാറ്റിലും കർത്താവിൻ്റെ നാമം മാത്രം മഹിമപ്പെടട്ടെ. എല്ലാവരും ആത്മീകമായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നേറാൻ കർത്താവ് കൃപ നൽകട്ടെ. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, വളരെ പെട്ടെന്ന് പോവുകയാണ്. നമ്മൾ യെശയ്യാവ് 41:21 വാക്യമാണ് നമ്മൾ പറഞ്ഞത്. ആ വാക്യം നിങ്ങളൊന്നെടുത്ത് വായിച്ചു കൊള്ളുക. നിങ്ങളുടെ ന്യായങ്ങളെ കാണിപ്പീൻ എന്ന്, അതാണ് നിങ്ങളുടെ ന്യായങ്ങളെ കൊണ്ടുവരിക എന്ന് യാക്കോബിൻ്റെ രാജാവ് അരുളി ചെയ്യുന്നു. ഇയ്യോബ് തൻ്റെ ഭയങ്കരമായ കഷ്ടതയുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വാചകങ്ങളുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 23 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യങ്ങളുടെ ഒരു ചുരുക്കം നിങ്ങളോട് ഞാൻ പറയാം. തൻ്റെ കഷ്ടതയിൽ, ഭയങ്കരമായ തൻ്റെ സങ്കടത്തിൽ, ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ താൻ ദൈവമുമ്പിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഉണ്ടെന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ ന്യായാസനത്തിങ്കിലേക്ക് ഞാൻ ചെന്ന് എൻ്റെ ന്യായം ഞാൻ വിവരിക്കുമായിരുന്നു. എന്നാൽ അവിടെ ദൈവം എന്നെ ആദരിക്കത്തേ ഉള്ളൂ. ആ സിംഹാസനം ഇരിക്കുന്ന സ്ഥലം എനിക്കൊന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, എനിക്ക് ആ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നേ, ഞാൻ അങ്ങോട്ട് ചെന്നേനേയും എൻ്റെ ന്യായം ദൈവം മുമ്പിൽ ഞാൻ നിരത്തുമായിരുന്നു. അവിടുന്ന് എനിക്ക് നീതി കിട്ടുമായിരുന്നു. കാരണം അവിടെ ദൈവത്തിന് സ്തോത്രം, നേരുള്ളവർക്ക് അവിടെ ഒരു പരിഗണനയുണ്ട്. അങ്ങനെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. 6-7 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. എൻ്റെ ന്യായാധിപൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമായിരുന്നു, അവൻ എന്നെ ആദരിക്കുക മാത്രമേ ഉണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഉറപ്പിലാണ് താനത് പറയും. പക്ഷേ എനിക്ക് ആ സിംഹാസനം എവിടെയാണെന്നൊന്നും അറിയത്തില്ല. എനിക്കൊന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അവിടോട്ടൊന്ന് ചെല്ലുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മീക കണ്ണിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു. എന്താ? ദൈവം മുമ്പിൽ പോയി നിന്ന് വാദിച്ചാൽ എൻ്റെ വിഷയത്തിന് മറുപടി ഉണ്ടാകും. അബ്രഹാം ദൈവം മുമ്പിൽ നടത്തുന്നൊരു വാദമുണ്ട്. എന്താണ് ആ വാദം? ആ വാദം മനോഹരമായൊരു വാദമാണ്. സോദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിക്കാനായിട്ട് ദൈവം തീരുമാനിച്ചിട്ട് ദൈവം അതിനായിട്ട് പോവുകയാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ ഉൽപ്പത്തി പുസ്തകം 18 സന്ദർശനമെല്ലാം നടത്തി തലമുറയുടെ വാഗ്ദത്വമൊക്കെ കൊടുത്ത് സോദോം ഗോമോറ പട്ടണങ്ങളെ നശിപ്പിക്കാനായിട്ട് ആ 2 ദൂതന്മാർ പോവുകയാണ്. അപ്പം ഉൽപ്പത്തി പുസ്തകം 18:22 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം മുമ്പിൽ നിന്നുകൊണ്ട് താൻ നടത്തുന്ന ഒരു വാദമാണ്. ആ വാദം എന്താ? അബ്രഹാം യഹോവയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു വാദം. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിക്കുക. 18:22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. വളരെ ചുരുക്കമായിട്ട് ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വിവരിച്ചു തരാം. സോദോം ഗോമോറ പട്ടണം അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ ന്യായവിധിക്ക് അർഹരാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കാൻ അവർ യോഗ്യരല്ലെന്ന് അബ്രഹാമിന് നന്നായിട്ടറിയാം. പക്ഷെ ദൈവത്തിൻ്റെ മനസ്സും അബ്രഹാമിൻ്റെ മനസ്സും ഒരേ മനസ്സായിരുന്നു. എങ്ങനെയെങ്കിലും അവർ നശിക്കാതെ
രക്ഷപ്പെടുന്നെങ്കിൽ എൻ്റെ സഹോദര കുടുംബം അവിടെ ഉണ്ട്, ആ ഒരു പട്ടണത്തിൻ്റെ നാശം എനിക്ക് കാണണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ നടത്തുന്ന വാദം, ആ വാദം ഭയങ്കരമായ ഒരു വാദമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ആ വാക്യത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ദൈവം മുമ്പിൽ ബാർഗെയിൻ ചെയ്യുന്നത് പോലെ തോന്നും, ഇല്ലേ? 50 നീതിമാന്മാരുണ്ടെ നശിപ്പിക്കുമോ? 5 കുറച്ച് 45, 40, 30, 20, 10 കുറച്ചുകൊണ്ട് വരിക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പൊടിയും വെണ്ണീറുമായി ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ, ദൈവമേ കോപിക്കല്ലേ, ഒരു പ്രാവശ്യം കൂടി കേൾക്കണേ. അപ്പം നമ്മളെ ഭാഗം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, ദൈവത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് താൻ ആ കാര്യം ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ്. 25-ാമത്തെ വാക്യം, സർവഭൂമിക്കും ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതെ ഇരിക്കുമോ? അപ്പോൾ ദൈവത്തെ സർവഭൂമിയുടെ ന്യായാധിപനാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം മുമ്പിൽ വാദിക്കുമ്പോൾ അബ്രഹാമിന് ഒരു പരിഗണന ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നു. ഞാനാണെങ്കിൽ പോലും, ഞങ്ങളാണെങ്കിൽ പോലും ചില മറുപടി കിട്ടാത്ത ചില വിഷയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഈ വിഷയത്തിന് മറുപടി ഇല്ലാത്തത്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ മറുപടി ഇല്ലാതെ വന്നപ്പം ഞാൻ ദൈവത്തോട് പല വേളകളിലും, ദൈവമേ അങ്ങയുടെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണല്ലോ, ഓർക്കാതിരിക്കല്ലേ, ഉപേക്ഷിച്ച് കളയല്ലേ കർത്താവേ, കേൾക്കുന്നവരെന്തു പറയും, പ്രാർത്ഥിക്കാൻ ഇറങ്ങിയവൻ്റെ കുടുംബത്തിൽ എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കില്ലേ എന്നൊക്കെ ദൈവം മുമ്പിൽ പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഒക്കെ ആഴത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ദൈവം മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടായത് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുക. അതാ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്, നേരോടെയാണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ദൈവഹിതമാണെന്ന് ഉറപ്പുള്ള വിഷയത്തിൽ നിങ്ങൾ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ചെന്ന് നീതിയുള്ള ന്യായാധിപനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു വാദം നടത്താനായിട്ടുള്ള ന്യായമായ ഒരു അവകാശം നിങ്ങൾക്ക് കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അവിടെ ചോദിക്കുകയാണ്, അബ്രഹാം നിന്നുകൊണ്ട് പറയുകയാണ്, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? പക്ഷേ അതിനുശേഷം അങ്ങനെ പറയുകയാണ്, പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ സംഹരിക്കുമോ? ദൈവമേ, നീതിമാന്മാരെ സംഹരിക്കുന്ന സ്വഭാവം അങ്ങേക്കില്ല, ദുഷ്ടനോടുകൂടെ നീതിമാനെ സംഹരിക്കുമോ? ശരിക്കും ദൈവം മുമ്പിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു വാദം, ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ, നമ്മൾ ശരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ദൈവത്തെ നന്നായി മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. ദൈവം ഒരു ഭാഗത്ത് കോപാകുലനായി നശിപ്പിക്കാനായി പാപം കണ്ടാൽ സഹിക്കാൻ പറ്റാതെ നിൽക്കുമ്പോഴും ദൈവത്തിൻ്റെ ആ നീതി എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജനത്തെ ഒരിക്കലും ദൈവം മുമ്പിൽ ന്യായീകരിക്കുന്നില്ല. അവർ ചെയ്തത് ശരിയല്ലെന്നോ അല്ലെ അവരുടെ തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു ന്യായീകരണവുമില്ല. അതൊന്നുമില്ലാതെ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്നുകൊണ്ട് ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതൊരു ഭയങ്കരമായ ഒരു പ്രാർത്ഥനയാണ്. എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു നല്ല മനസ്സോടെ, ദൈവത്തിൻ്റെ മനസ്സോടെ ദൈവഹിതപ്രകാരം നിന്നുകൊണ്ട് നശിച്ചു പോകുന്നവർക്ക് വേണ്ടി പോലും നമുക്ക് ദൈവം മുമ്പിൽ ഇടിവിൽ നിന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. കർത്താവിന് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ ഉറ്റവർക്ക് വേണ്ടിയൊക്കെ ഈ നിലയിൽ ദൈവം അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെങ്കിലും ഒന്ന് കയറി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അബ്രഹാമിനെ ദൈവം ശാസിച്ചോ? ഇല്ല. ഇടയ്ക്ക് കയറി പറഞ്ഞെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞോ? പറഞ്ഞില്ല. നിർത്തട, ഇതെന്നാടാ, ഞാൻ ഇത്രയും വലിയ ദൈവം, ഞാൻ ഉന്നതനായ ദൈവമായിട്ട് നീ എന്തിനാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടന്ന് 50, 45 ഇല്ലേ, 40, 30, 20, 10 ഒന്നുകൂടെ ഞാൻ പറഞ്ഞോട്ടെ, എന്നോട് കോപിക്കുമോ? പേടിയുണ്ട്, പേടിയോടുകൂടെയാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞ ബഹുമാനത്തോടെ പറയുന്നത്.
ഇടയ്ക്ക് ഇല്ലേ, അത് നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നോട് കോപിക്കല്ലേ കർത്താവേ, ഒരു പ്രാവശ്യം മാത്രം ഞാൻ ഇനി സംസാരിക്കും, കോപിക്കല്ലേ. ദൈവം കോപിച്ചോ? ഇല്ല. നിർത്ത്, നിൻ്റെ വായടയ്ക്ക് എന്ന് പറഞ്ഞു? ഇല്ല. അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള ഒരു വിളിപ്പേര് തനിക്ക് ലഭിക്കാനിടയായി തീർന്നില്ലേ? അപ്പം നമ്മൾ ദൈവം മുമ്പിൽ ചെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നമ്മൾ വെറുതെ നമ്മുടെ സങ്കടങ്ങളും വേദനകളും മനുഷ്യനോട് പറഞ്ഞ് നമ്മൾ ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് അവർ നമ്മളെ കുറ്റം വിധിക്കും. ദൈവം മുമ്പിൽ തുറന്ന് സംസാരിക്കുക, മനസ്സ് തുറന്ന് സംസാരിക്കുക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തെയും ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ മാറ്റട്ടെ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. മറ്റൊരു പ്രാർത്ഥന, ഇങ്ങനെ തന്നെ ദൈവവും മുമ്പിൽ നിന്നുകൊണ്ടുള്ള മറ്റൊരു വാദം. ആ വാദം നടത്തിയ വ്യക്തി ആരാണെന്നറിയാമോ? ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ നായകനായ 30 ലക്ഷത്തിലധികം ആളുകളെ 40 കൊല്ലത്തോളം ദൈവം മുമ്പാകെ നടത്തിയ ഒരു ദൈവ മനുഷ്യൻ മോശ. ആ മോശയോട് ദൈവം പറയുക, എന്നെ വിടുക, ഞാൻ പോകട്ടെ, എന്നെ വിടുക, ഞാൻ പോകട്ടെ. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. പക്ഷെ ദൈവത്തെ വിടാതെ ഒരാൾ പിടിച്ചിങ്ങനെ വെച്ചേക്കുക. സമയം കുറച്ച് മുമ്പോട്ട് പോയതുകൊണ്ട് ഞാൻ ദീർഘമാക്കുന്നില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് ആ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാം. ദൈവം മുമ്പിൽ വാദിക്കുമ്പം ദൈവത്തിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ കരുണയെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അടുത്തത് അവിടുത്തെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രാർത്ഥനകൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള എല്ലാ സന്ദേശങ്ങളും പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം പകരും. കാരണം ഞാൻ പ്രാർത്ഥന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിലർ ചോദിക്കും ഇത്രയും പ്രാർത്ഥിക്കുന്നത് എന്തിനാ? പക്ഷെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഓരോ സന്ദേശങ്ങളും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നതും ആവേശം കൊള്ളിക്കുന്നതുമാണ്. കാരണം ആ ഒരു പ്രാർത്ഥനയിലാണ് നമ്മൾ ശരിക്കും ആ കർത്താവിൻ്റെ സ്നേഹത്തെ അറിയുന്നതും ആ പൂജ്യത്തിൽ നിന്ന് നമ്മൾ ഉയർന്നു വന്ന് എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഏത് മെസ്സേജുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കർത്താവിന് മഹത്വം. കഴിഞ്ഞ ദിവസം തന്നെ മരണത്തിലായ ഒരു ഒലിവിയ മോൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിൻ്റെ എല്ലാ സാധ്യതകളും അവസാനിച്ചപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പലരൊന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അത്ഭുതകരമായൊരു വിടുതൽ ദൈവം ആ കുഞ്ഞിന് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കുറച്ച് ദിവസങ്ങൾ വെന്റിലേറ്റർ പോലെ അല്ലെങ്കിൽ ഒബ്സർവേഷൻ പോലെയുള്ള ഒരു സാഹചര്യത്തിൽ ആ കുഞ്ഞായിരുന്നു. അപ്പം ഈ മറുപടികളെല്ലാം നമുക്ക് തരുന്ന ആവേശം ഭയങ്കരമാണ്. പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്, ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ വാക്യങ്ങളിലാണ് മോശ ദൈവം മുമ്പിൽ ചില വാദങ്ങൾ നടത്തുന്നത്. എന്താണെന്നറിയാമോ? ഈ ജനത്തെ, ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കാനായി ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാം. ആ സമയത്ത് ദൈവത്തെ നശിപ്പിക്കാൻ സമ്മതിക്കാതെ ഇടിവിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പിടിച്ചു വച്ചേക്കുകയാണ്. ഒരു മനുഷ്യന് ദൈവത്തെ പിടിക്കാൻ പറ്റുമോ? പറ്റും. എന്തിനു വേണ്ടി പിടിച്ചു? തൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. ദൈവം എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു ഭാഗം ഞാൻ അതിൻ്റെ അകത്ത് പറയാം. ഇപ്പം അവിടുന്ന് ഈ ജനത്തെ നശിപ്പിച്ചാൽ ഈജിപ്ഷ്യൻസ് കുറച്ച് കാര്യം പറയും. എന്താ പറയാൻ പോകുന്നതെന്നറിയോ? യഹോവയാ ദൈവം ഒരു ചതിയനാണ്. മിസ്രൈമിൽ കിടന്ന ജനത്തെ വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി കൊല്ലാനായിട്ട് ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്നവനാണ് യഹോവയാ ദൈവമെന്ന് അങ്ങയെക്കുറിച്ച് ഈജിപ്തുകാർ പറയും. അത് അങ്ങയുടെ നാമത്തിനൊരു അപമാനമാണ്, ഒരു പേരുദോഷമാണ്. ഭയങ്കരമല്ലേ? നിങ്ങളെ ഭാഗം വായിച്ചു നോക്കിക്കൊള്ളുക. അങ്ങനെ തന്നെയാണ്. കാണുന്ന ആൾക്കാരെന്തോ പറയും. അടുത്തത് അബ്രഹാമിനോടും ഇസഹാക്കിനോടും ഒക്കെ ചെയ്ത വാഗ്ദത്തങ്ങൾ, അത് ഒന്ന് ഓർക്കണമേ. അങ്ങയുടെ നാമത്തെ ഓർത്ത് ഇപ്പോൾ ചെയ്യല്ലേ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പിടിച്ചു വച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ വൃതനായ മോശ
പിളർപ്പിൽ നിന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളെ നശിപ്പിച്ചു കളയുമായിരുന്നു. ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുഭാഗത്ത് രാപ്പകൽ പക്ഷപാതം ചെയ്യുന്ന, നമ്മളെ മറച്ചുകൊണ്ടിരിക്കുന്ന, തൻ്റെ രക്തത്താൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. അതാണ് പുതിയ നിയമത്തിൻ്റെ ഏക മധ്യസ്ഥനായ കർത്താവായ യേശുക്രിസ്തു. ആ മധ്യസ്ഥനാണ് നമുക്ക് വേണ്ടി. ബൈബിൾ പറയുന്ന ആ ഒരു മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. അല്ലെങ്കിൽ നമ്മളിൽ പലരും ഈ ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായനെ മരുന്നില്ലേ. അത്തിയിൽ ഫലം കായ്ക്കുന്നത് നോക്കി ഒന്നാമത്തെ കൊല്ലം വെട്ടിക്കളയാതെ, രണ്ടാമത്തെ കൊല്ലം വെട്ടിക്കളയാതെ വെയിറ്റ് ചെയ്ത് കാത്തു നിന്നതുപോലെ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുന്ന മധ്യസ്ഥൻ, ആ മധ്യസ്ഥൻ ക്രിസ്തുവാണ്. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനില്ലേ. പഴയ നിയമത്തിൽ ഈ ഒരു മധ്യസ്ഥൻ്റെ നിഴലെന്നതുപോലെ ഒരു ജനതയ്ക്ക് വേണ്ടി നിന്ന് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുകയാണ്. നശിപ്പിക്കരുതെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തലമുറകൾ ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടും മറ്റുള്ള വഴികളിലേക്ക് പോകുന്നവരായിരിക്കാം. നിങ്ങളെ ഉറ്റ സ്നേഹിതർ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ ദൈവസ്നേഹത്തെ അറിഞ്ഞിട്ടും പിന്മാറിപ്പോകുന്നവരായിരിക്കാം. നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരിക്കാം. ആ പ്രാർത്ഥനകൾ നിർത്തിക്കളയരുത്. ദൈവത്തിന് സ്തോത്രം. കർത്താവെ, നശിപ്പിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറുപടി കിട്ടാത്ത വിഷയങ്ങളിൽ എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുമ്പോഴും, എല്ലാം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിലും, ഇങ്ങനെയുള്ള ഒരു വിശുദ്ധവാദ പ്രാർത്ഥന ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നടത്താൻ നിങ്ങളൊന്ന് തയ്യാറാകുമോ? ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുകയാണ്, സമയം മുമ്പോട്ട് പോയതുകൊണ്ട്. ഈ നാമം വെച്ച് പ്രാർത്ഥിക്കുക, അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് അവസരം തന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഞങ്ങൾക്ക് വേണ്ടി രാപ്പകൽ പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം കഴിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ആ ഒരു സ്വഭാവവും ശീലവും ഞങ്ങളിലേക്ക് കൊണ്ടുവരണമേ കർത്താവേ. അബ്രഹാം ഒരു പട്ടണത്തിന് വേണ്ടി വാദിച്ചതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാത്തവരായി, ഈ ദൈവകൃപ അനുഭവിക്കാത്തവരായി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ മടക്കിക്കൊണ്ടുവരുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ന്യായമായ ചില അവകാശങ്ങൾ അത് ഞങ്ങൾ തിരിച്ചറിയും. ഞങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.